ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോക ഈസിലേക്ക് സ്വാഗതം. ഹോണ്ട സിറ്റി, ടൊയോട്ട ഹൈറൈഡർ, മാരുതി സുസുക്കി വിറ്റാര തുടങ്ങിയ വാഹനങ്ങൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയെ കൂടുതൽ ജനകീയമാക്കും. ഡീസൽ എഞ്ചിനുകളുടെ അഭാവത്തിൽ ലിറ്ററിന് 25 കിലോമീറ്ററിലധികം ഇന്ധനക്ഷമത ലഭിക്കുന്ന ഈ സാങ്കേതികവിദ്യയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് വാഹന നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. വാഹനലോകം പൂർണ്ണമായും ഇലക്ട്രിക്കിലേക്ക് മാറുന്നതുവരെ ഹൈബ്രിഡ് കാറുകൾക്ക് ഡിമാൻഡ് ഉണ്ടാകും. എന്നാൽ നിലവിൽ മൈൽഡ്, സ്ട്രോങ്, പ്ലഗ് ഇൻ തുടങ്ങിയ പേരുകളിൽ ഹൈബ്രിഡ് എത്തുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ഹൈബ്രിഡ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിലധികം ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹൈബ്രിഡിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ പരമ്പരാഗത ഇന്ധനവും ഇലക്ട്രിക് മോട്ടറും ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബാറ്ററിയായിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ഹൈബ്രിഡുകൾ വിവിധ തരത്തിലുണ്ട്. മൈൽഡ്, പാരലൽ, സീരീസ് ഹൈബ്രിഡ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ്. മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ബാറ്ററിയും ഇത്തരം വാഹനത്തിലുണ്ടാകും. എന്നാൽ വാഹനത്തെ തനിയെ ചലിപ്പിക്കാനുള്ള ശേഷി ഈ വാഹനത്തിലെ മോട്ടറിനോ ബാറ്ററിക്കോ കാണില്ല. വാഹനത്തിന് കൂടുതൽ ഇന്ധനക്ഷമത നൽകുന്ന ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് മൈൽഡ് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ കാണുക. കൂടാതെ എഞ്ചിന് ചെറിയ പിന്തുണ നൽകാനും ഈ മോട്ടറിന് സാധിക്കും. മാരുതി സുസുക്കിയാണ് മൈൽഡ് സാങ്കേതികവിദ്യ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. സിയാസ് ഡീസലിലായിരുന്നു അത് അവതരിപ്പിച്ചത്. SHVS എന്ന പേരിൽ എർട്ടിഗ, SL6, ബ്രസ, ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. പാരലൽ ഹൈബ്രിഡ്, സീരീസ് ഹൈബ്രിഡ്. സാധാരണ പെട്രോൾ, ഡീസൽ എഞ്ചിനും ബാറ്ററിയിൽ നിന്നുമുള്ള വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടറുണ്ട്. ഇലക്ട്രിക് മോട്ടറും പെട്രോൾ എഞ്ചിനും ഒരു പൊതുവായ ഗിയർ ബോക്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. രണ്ട് തരത്തിലാണ് പാരലൽ ഹൈബ്രിഡ് പ്രവർത്തിക്കുന്നത്. ചില വാഹനങ്ങളിൽ അധിക കരുത്ത് വേണ്ടപ്പോഴും മറ്റു ചിലതിൽ കുറഞ്ഞ വേഗത്തിലും. ഇത്തരം വാഹനങ്ങളിൽ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ടൊയോട്ട, ഹോണ്ട, ലെക്സസ്, കിയ, ഫോർഡ് തുടങ്ങിയ നിരവധി കമ്പനികൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങും കുറഞ്ഞ വേഗത്തിൽ പോകുന്നതുമടക്കം ഇന്ധനം കൂടുതൽ വേണ്ടുന്ന സമയങ്ങളിൽ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിക്കും. ഉയർന്ന വേഗത്തിൽ IC എഞ്ചിൻ ഉപയോഗപ്പെടുത്തും. ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ബാറ്ററി ചാർജ് ആകുകയും ചെയ്യും. സീരീസ് ഹൈബ്രിഡ് എന്ന സാങ്കേതിക വിദ്യയിൽ ഇലക്ട്രിക് മോട്ടറാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ബാറ്ററിയെ റീചാർജ് ചെയ്യാൻ മാത്രം. ഇലക്ട്രിക് കറണ്ടിൻ്റേതായ ഗുണങ്ങൾ ഇത്തരം ഹൈബ്രിഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്ലഗ് ഇൻ ഹൈബ്രിഡ്. പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ പുറമേ നിന്നുള്ള വൈദ്യുതി സ്വീകരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവയുടെ ബാറ്ററി സാധാരണ ഹൈബ്രിഡിലേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ബാറ്ററിയിൽ മാത്രം ഓടാനുമാവും. കൂടാതെ പെട്രോൾ എഞ്ചിനും ഉണ്ടാകും. ഇതിൽ ദൂരയാത്രയ്ക്ക് പെട്രോൾ എഞ്ചിനും ചെറുയാത്രകൾക്ക് ഇലക്ട്രിക് മോട്ടറും ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.